നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 273 273. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 22 ശ്ലോകം 11. തത്പ്രതീശ്ച ദ്വിജാഗ്രേമ്യാം ശ്രദ്ധയോപഹൃതാം മയാ സർവാത്മനാനുരൂപാം തേ ഗ്രഹമേദേഷു കർമ്മസു. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, അതുകൊണ്ട് ബ്രാഹ്മണോത്തമ, എന്നാൽ ശ്രദ്ധയോടുകൂടി സമീപത്ത് കൊണ്ടുവരപ്പെട്ടവളും, അത് അദ്ദേഹത്തിൻ്റെ ഈ ചക്രവർത്തിയുടെ മകള്, അങ്ങയുടെ ഗൃഹസ്ഥാശ്രമോചിത കർമ്മങ്ങളിൽ എല്ലാവിധത്തിലും യോജിച്ചിരിക്കുന്നവളുമായ ഇവളെ സ്വീകരിച്ചാലും അല്ലേ, അങ്ങ് എൻ്റെ മകളെ സ്വീകരിക്കണം എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം, അതുകൊണ്ട് ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ, തപസ്സൊക്കെ അനുഷ്ഠിച്ചിട്ട് മഹാവിഷ്ണുവിനെ കൊണ്ട് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ അദ്ദേഹം. ശ്രദ്ധയോടുകൂടെ എന്നാൽ അങ്ങയുടെ സമീപം പ്രാപിക്കപ്പെട്ടവളും ഗൃഹസ്ഥാശ്രമോചിതങ്ങളായ സകല കർമ്മങ്ങളിലും അങ്ങയ്ക്ക് അനുരൂപയുമായിരിക്കുന്ന ഇവളെ സ്വീകരിച്ചാലും എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി 12ാമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? ഈ ഉദ്യതസ്യ ഹി കാമസ്യ പ്രതിവാദോ ന ശശ്യതേ അഭി നിർമുക്ത സംഗസ്യ കാമരക്തസ്യ കിം പുനഃ. വാക്കാർത്ഥം, സ്വതേ പ്രാപിച്ചതായ ഭോഗവിഷയത്തിൻ്റെ നിരാകരണം, ഭോഗവസ്തുവിൻ്റെ നിരാകരണമാണ്. പക്ഷേ ഗൃഹസ്ഥാശ്രമത്തിൽ ചില ധർമ്മങ്ങൾ അനുഷ്ഠിക്കും വേണം. സകല സംഘങ്ങളെ നിശേഷം വെടിഞ്ഞവനും ബ്രാഹ്മണൻ ശോഭനമല്ല. വിഷയങ്ങളിൽ ആശയുള്ളവന് പറയണമോ? അതായത് അങ്ങ് ബ്രഹ്മചര്യം കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമം കഴിയുന്നതിൻ്റെ മുമ്പ് തന്നെ വളരെയധികം കാലം തപസ്സനുഷ്ഠിച്ചിട്ട് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതനായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ഭഗവത് നിശ്ചയപ്രകാരം ഭഗവാന് അങ്ങയിൽ പുത്രനായി ജനിക്കണമെന്നുള്ള ആഗ്രഹവും അതിൻ്റെ മുമ്പ് 9 സ്ത്രീ രത്നങ്ങളെ അങ്ങയ്ക്ക് ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞാൽ അനുഗ്രഹിച്ചിട്ടാണല്ലോ പോയത്. അതുകൊണ്ട് അങ്ങയ്ക്ക് താല്പര്യം വേണം എന്ന് പറഞ്ഞിട്ടാണ് വിവാഹം കഴിക്കാൻ പറയണത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം വളരെ ചടുലമായ വാക്കുകളെ കൊണ്ട് നിരാകരിക്കുമോ എന്നുള്ള ശങ്ക നിമിത്തം പറയുന്നു. സ്വപ്രയത്നം കൂടാതെ തന്നെ ദേവഗത്യ സമീപത്ത് വന്നു ചേർന്നിരിക്കുന്ന ഭോഗസാധനങ്ങളെ ഉപേക്ഷിക്കുക എന്നത് സർവസംഘത്തെയും പരിത്യജിച്ചിരിക്കുന്ന യോഗിക്കും കൂടി ശോഭനമായ കർമ്മമല്ല. ഈശ്വരൻ്റെ അരുളപ്പാടോട് കൂടിയിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. ഈശ്വരൻ വഴി കാട്ടിയിട്ടുണ്ട്. നിൻ്റെ മകൾക്ക് അനുസരിച്ച ഒരു വരൻ ഇന്ന സ്ഥലത്ത് ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെയാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈശ്വരൻ്റെ ഹിതത്തിനെ നിരാകരിക്കുന്നത് ശ്രേഷ്ഠമാവില്ല എന്നൊരു താക്കീത് കൂടി അതിലുണ്ട്. അതാണ് യോഗിക്കും കൂടെ ശോഭനമായ കർമ്മമല്ല. വിഷയാശുള്ളവരെ കുറിച്ച് പിന്നെ പറയണമെന്നില്ലല്ലോ. അതായത് അങ്ങയ്ക്കും അങ്ങയുടെ ശീലഗുണാദികൾക്ക് അനുരൂപയായ ഒരു ഭാര്യ വേണം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ത്രൂ ശ്രീഹരി എന്ന് പറഞ്ഞു. 13ാമത്തെ ശ്ലോകം. യ ഉദ്യതമനാദൃത്യ കീനാശാമഭിയാചതേ ക്ഷീയതേ തദൃശസ്പീദം
മാനശ്ച അവജ്ഞയാ ഹതാം. യാതൊരുവൻ സംപ്രാപിച്ചതിനെ ആദരിക്കാതെ കൃപണനോടെ, ഈ കീനാശം എന്ന് പറഞ്ഞ കൃപണൻ, ഇതിന് വേറൊരു വാക്കുണ്ട്, കൃതജ്ഞൻ. കൃതജ്ഞതയില്ലാത്തവനാണ് കൃതജ്ഞൻ എന്ന് പറയാം. അപ്പോൾ കൃപണനോട് ഏറ്റവും യാചിക്കുന്നുവോ വർദ്ധിച്ചിരിക്കുന്നതായിരുന്നാലും അവൻ്റെ കീർത്തി ക്ഷയിക്കുന്നു. അതായത് ഈശ്വരഹിതത്തിന് എതിരായിട്ട് എൻ്റെ ആരോഗ്യപരമായ ആഗ്രഹങ്ങളെ അങ്ങ് നിരാകരിക്കുകയാണെങ്കിൽ അത് അങ്ങക്ക് ശ്രേയസ്സാവില്ല എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. മാത്രമല്ല അഭിമാനവും അനാദരാവിനാൽ ഹനിക്കപ്പെടുന്നു. എനിക്ക് എൻ്റേതായിട്ടൊരു അഭിമാനമുണ്ട്, ശ്രീഹരി പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ അനാദരവ് കാണിക്കുകയാണെങ്കിൽ എന്നെ കൊന്ന മാതിരിയാവും, അല്ലെങ്കിൽ ഈശ്വരനെ അപകീർത്തി ഉണ്ടാക്കുന്ന കൂട്ടത്തിലാവും എന്ന് പറയുന്നു. ഇനി ഇതിൻ്റെ ഒരു ഭാവാർത്ഥം, സ്വതേ തന്നെ സമീപത്ത് വേർന്ന് ചേർന്നിരിക്കുന്ന വിഷയത്തെ ആദരപൂർവം സ്വീകരിക്കാതെ, സ്വതേ തന്നെ എന്ന് പറഞ്ഞാൽ ഈശ്വരഹിതം തന്നെ പറയണം, സ്വീകരിക്കാതെ പിന്നെ അതേ വിഷയസുഖസാധനത്തെ കൃപണനായ ഒരുവൻ്റെ സമീപത്ത് ചെന്ന് യാചിക്കുന്ന ഒരുവൻ്റെ ഉജ്ജ്വലയായ കീർത്തി തൽക്ഷണം ക്ഷയിക്കുന്നു, അഭിമാനവും പരാവമാനത്താൽ നഷ്ടമായി പോകുന്നു എന്ന് പറഞ്ഞു. വളരെ എന്താണെന്ന് പറയുക, സങ്കീർണങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 14-ാമത്തെ ശ്ലോകം നോക്കുക. അഹം ത്വാ ശൃണവം വിദ്വൻ ത്വ അശൃണവം വിദ്വൻ. അങ്ങനെ വിവാഹാർത്ഥം സമുദ്യതം അതസ്ത്വ ഉപകുർവാണ പ്രത്താം പ്രതിഗൃഹാണമേ. അഭിജ്ഞനായുള്ളവനെ, വിദ്വാൻ അഭിജ്ഞൻ, എല്ലാവരാലും ശ്ലാഘനീയമായിരിക്കുന്നവെന്നൊക്കെ അർത്ഥം പറയണം. അഭിജ്ഞനായുള്ളവനെ ഞാൻ അങ്ങയെ കല്യാണം ചെയ്യുവാനായി കൊണ്ട് ഉത്സാഹിക്കുന്നവനായിട്ട് കേട്ടു. അങ്ങ് കല്യാണത്തിന് താല്പര്യമുള്ളവനായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടു. അതിനാൽ വിവാഹം വരെ ബ്രഹ്മചാരിയായിരിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന അങ്ങ് എന്നാൽ നൽകപ്പെടുന്നവളെ പ്രതിഗ്രഹിച്ചാലും, എന്നാൽ തരുന്ന എൻ്റെ മകളെ സ്വീകരിച്ചാലും എന്ന് പറഞ്ഞു. അതിൻ്റെ ഭാവാർത്ഥം, ഹേ വിദ്വാനായുള്ളവനെ, എല്ലാം അറിഞ്ഞിരിക്കുന്ന അങ്ങയോട് അധികം പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ അല്ലേ. വിദ്വാൻമാരോട് കുറച്ച് പറഞ്ഞാൽ മതി, അവർക്ക് വേഗം കാര്യം മനസ്സിലാവും. അങ്ങ് വിവാഹത്തിനൊരുക്കമാണെന്നുള്ള വർത്തമാനം ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് വിവാഹാവസരം വരെ മാത്രം ബ്രഹ്മചര്യം ദീക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്ന ഉപകുർവാണനായ അങ്ങ് ശ്രദ്ധാപൂർവം എന്നാൽ നൽകപ്പെടുന്ന എൻ്റെ പുത്രിയെ പ്രതിഗ്രഹിച്ചാലും, അങ്ങ് സന്യസിക്കാൻ വേണ്ടി പോകുന്നതെന്നല്ല, അങ്ങ് ഈശ്വരേച്ഛ അനുസരിച്ച് വളരെ കാലം തപസ്സനുഷ്ഠിച്ചു. അത് ശരിയാണ്, അതിന് പല കാരണങ്ങളുണ്ട്, അതിന് പല ശ്രേഷ്ഠമായിട്ടുള്ള അവസ്ഥകൾ നമുക്കൊക്കെ വന്നു ചേരുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താ ഒരാളിൽ ഒതുങ്ങുന്നതല്ല അത്. അതുകൊണ്ട് വിവാഹം വരെ ബ്രഹ്മചര്യം എന്നാണ് അങ്ങയുടെ സിദ്ധാന്തം. അതിനിപ്പോൾ സമയമായി, എൻ്റെ മകളെ സ്വീകരിക്കേണ്ട സമയമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഋഷിരുവാച, അതുവരെ ഒക്കെ കേട്ട തപസ്സി ഋഷി പറയാണ്. 15-ാമത്തെ ശ്ലോകം കേട്ടോ. ഋഷിരുവാച ബാഡം മുദ്ദോടുകാമോ അഹം അപ്രമത്താചതവാത്മജ ആവയോരനുരൂപോ അസാവാദ്യോ വൈവാഹികോ വിധി. അതാണ് ശ്ലോകം. അങ്ങനെ തന്നെ ഞാൻ വിവാഹത്തിനാഗ്രഹിക്കുന്നുണ്ട്. അങ്ങയുടെ പുത്രി മറ്റാർക്കും വാഗ്ദാനം ചെയ്യപ്പെടാത്തവളും. അങ്ങനെയുണ്ടല്ലോ, ആർക്കും വാഗ്ദാനം ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു വിഷമാവസ്ഥയിലല്ല അവിടെ വന്നിട്ടുള്ളത്. എനിക്ക് തരണം എന്ന് വിചാരിച്ചിട്ടല്ല അങ്ങ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ രണ്ടുപേർക്കും തമ്മിലുള്ള ഈ വിവാഹ സംബന്ധം മുഖ്യം തന്നെ എന്ന് അഭിപ്രായപ്പെട്ടു. ഇനി അതിൻ്റെ ഭാവാർത്ഥം ഋഷി പറഞ്ഞു, ശരി തന്നെ, ഞാൻ വിവാഹം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നോ പിന്നെ എന്താണ് പറയുക, കൺസേൺ അബൌട്ട് ദാറ്റ്.
അങ്ങയുടെ പുത്രിയെ മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള നിശ്ചയം അങ്ങയാൽ ചെയ്യപ്പെട്ടിട്ടുമില്ലല്ലോ. അതും വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമുണ്ട്, അങ്ങ് സമ്മതിച്ചിട്ടില്ല, അതുമല്ല. നാരദർ പറഞ്ഞിട്ട് എൻ്റെ ഗുണഗണങ്ങൾ കേട്ടിട്ട് എന്നിൽ ആസക്തിയുള്ളവളായിട്ടും ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് തമ്മിലുള്ള വിവാഹ സംബന്ധമായ ഈ ചേർച്ചയ്ക്ക് യാതൊരു ന്യൂനതയുമില്ലാത്തതിനാൽ മുഖ്യമായിട്ട് തന്നെ ഗണിക്കാം, വളരെ പ്രധാനമായിട്ട് പരിഗണിക്കണം. അങ്ങ് പറഞ്ഞതിനെ ഞാൻ ഹൃദയപൂർവ്വം അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു. 16-ാമത്തെ ശ്ലോകം. കാമസഭൂയാന്നരദേവതേ അസ്യാ പുത്ര്യാ സമാംനായ വിധോ പ്രതീതാം കയേവതേ തനയാം ന അദ്രിയേത സ്വയാംഗകാന്ത്യാ ക്ഷിപതീം ഇവ ശ്രിയം. ശ്രിയം എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി എന്നാണ് അർത്ഥം വരിക. എല്ലാവിധ ഭാവുകങ്ങളും ഉള്ളവളെ എന്നർത്ഥം. എന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം എൻ്റെ പേരക്കൂട്ടരുടെ പേര് ശ്രീയാന്നാണ്. അപ്പോൾ ഞാൻ ഭാഗവതം പഠിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് അത്ര ഓരോ വാക്കിൻ്റെ അർത്ഥം എനിക്ക് അങ്ങനെ പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ മകള് ഈ എന്താണ് പറയുക, ഗൂഗിളൊക്കെ തിരഞ്ഞ നല്ലൊരു പേര് കണ്ടുപിടിച്ചിട്ടാണ് ശ്രീയ എന്ന് പേരിട്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി അവിടെ വരുമ്പോൾ ഞാൻ പറയുകയും ചെയ്യാം. ഹേ മഹാരാജാവേ, ഈ പുത്രിയുടെ വേദോക്ത വിധിയിൽ സമാംനായ വിധോ എല്ലാവർക്കും ഉണ്ട്. അതിനാണ് നമ്മൾ ഈ ജാതകം എന്ന് പറഞ്ഞത്. പ്രസിദ്ധമായിരിക്കുന്ന അങ്ങയുടെ ആ അഭിലാഷം ഭവിക്കട്ടെ. സ്വതേയുള്ള ശരീരശോഭയാൽ, അതായത് ആർട്ടിഫിഷ്യൽ അല്ല, നാച്ചുറലായിട്ട് അലങ്കാരശോഭയെ, ശ്രിയം, അവിടെ അലങ്കാരശോഭ എന്ന് മഹാലക്ഷ്മി ഐശ്വര്യമുള്ളവൾ തന്നെയാണ് കേട്ടോ അർത്ഥം. അലങ്കാരശോഭയെ തിരസ്കരിക്കുന്ന അങ്ങയുടെ പുത്രിയെ, അതായത് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒന്നും അവൾക്ക് ഇഷ്ടമല്ല, തന്നെ ആദരിക്കയില്ല. ഇത് ഒരു 6, 8, 10, 12 വയസ്സിൽ ആൺകുട്ടികളും പെൺകുട്ടികളും പഠിച്ചാൽ അച്ഛനമ്മമാർക്ക് കാശെത്ര ലാഭം. ഓരോ പെൺകുട്ടികൾക്കും കേശാലങ്കാരത്തിനും പിന്നെ സാരി ചുറ്റിപ്പിക്കണേനും ഫേഷ്യലിനും കൂടിയിട്ട് മര്യാദ ഒരു എമൗണ്ട് ചിലവാക്കുന്നുണ്ട്. ആൺകുട്ടികളും അതെ, മോശക്കാരല്ല. ഹെയർ സ്റ്റൈല് അത് ഇത് ലൊടുക്ക് പറഞ്ഞില്ലേ. അപ്പോൾ ഭാഗവതം ഒരാളെ ആസ് ഇറ്റ് ഈസ് ഒറിജിനൽ വേർഷൻ സ്വയസിദ്ധമായിട്ടുള്ള കാന്തിയിൽ കാണാനും അനുഭവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഒരു നിമിഷമുണ്ടോ? ഇനി അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോവുക. അല്ലയോ രാജൻ, പുത്രിയെ അനുരൂപവരന് നൽകണമെന്നുള്ള വേദവിധിയെ അനുസരിച്ചു കൊണ്ടുണ്ടായ അങ്ങയുടെ ന്യായമായ ആഗ്രഹം ആ വിധം തന്നെ ഭവിക്കട്ടെ, ആസ് ഇറ്റ് ഈസ് എന്ന് തന്നെയല്ല, വിവാഹത്തിന് ആഗ്രഹിക്കുന്ന എനിക്ക് ഇതൊരു അനുഗ്രഹവുമാകുന്നു. എനിക്ക് വേറെ എവിടെയും പോയി നോക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്കൊരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗ്യൂസ് ഭഗവാൻ എനിക്ക് അങ്ങനെ ഒരു സൗകര്യം ചെയ്തു തന്നിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ ചക്രവർത്തിയുടെ പുത്രിയായ ഇവൾക്ക് സ്വതേയുള്ള ദേഹകാന്തി ആഭരണശോഭയെ തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രത്യേകമായി വിളങ്ങുന്നു. ആഭരണം എന്തിനാ? മനസ്സ് നന്നായ പിന്നെന്തിനാ ആഭരണം? അപ്രകാരമുള്ള ഈ പുത്രിയെ തന്നെ ആദരപൂർവം സ്വീകരിക്കയില്ല. അങ്ങനെയാണ്. ബുദ്ധിശക്തിയുള്ള ഒരുവനാണെങ്കിൽ സ്വീകരിക്കും നിശ്ചയം. സ്വയവകാന്ത്യ എന്ന് പാഠാന്തരം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഇനി 17-ാമത്തെ ശ്ലോകം. അപ്പോൾ ഈ 16 മുതൽക്ക് ഇനി ഒക്കെ 4 വരിയാണെന്നാണ് തോന്നുന്നു. അറ്റ്ലീസ്റ്റ് ഒരു 4-5-6 ശ്ലോകം. യാം ഹർമ്യപൃഷ്ടേ കൊണദംഗ്രിശോഭാം വിക്രീഡതീം കന്തുകവിഹ്വലാക്ഷീം വിശ്വാവസുർനൃപതത് സ്വാദ് വിമാനവിലോക്യ സമ്മോഹവിമൂഢചേതാ. ശ്ലോകം. ഇനി അതിൻ്റെ വാക്കാർത്ഥം. ഹർമ്മ്യത്തിൻ്റെ ഉപരിഭാഗത്തിൽ,
അതായത് കൊട്ടാരത്തിൻ്റെ ഉപരിഭാഗത്തിൽ ശബ്ദിച്ചിരിക്കുന്ന പാദങ്ങളുടെ ശോഭയോടുകൂടിയവളും കന്തുകത്തിൽ ചലിക്കുന്ന കണ്ണുകളോടുകൂടിയവളും കളിക്കുന്നവളുമായ യാതൊരുത്തിയെ വിശ്വാവസു എന്ന ഗന്ധർവൻ നോക്കിയിട്ട് സമ്മോഹത്താൽ മൂർച്ഛിച്ച മനസ്സോടുകൂടിയവനായിട്ട് സ്വവിമാനത്തിൽ നിന്ന് വീണു. അതായത് പിന്നെ എന്താണെന്നാ പറയുക, ഗന്ധർവൻ കൂടി ഇഷ്ടപ്പെടാൻ തക്ക യോഗ്യത ഉള്ളവളാണ് ഇവളെന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം, ഗന്ധർവൻ. ഇനി അതിൻ്റെ എന്താ പറയുക, ഭാവാർത്ഥം മനസ്സിലാക്കുക. കാൽച്ചിലമ്പുകൾ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന പാദങ്ങളെയും നേത്രങ്ങളെയും പന്തിൻ്റെ ഗതി അനുസരിച്ച് ചലിപ്പിച്ചുകൊണ്ട് ഹർമ്മ്യത്തിൻ്റെ മുകളിൽ പന്തടിച്ച് കളിക്കുന്ന യാതൊരു സുന്ദരിയെ കണ്ടിട്ട്, അതായത് കണ്ണ് ഡാൻസ് ചെയ്യപ്പോഴാണ് പന്ത് കളിയിൽ ശ്രദ്ധയുള്ളവർക്ക് പന്ത് നിലത്ത് മുട്ടണു, പൊന്തണു, കൈകൊണ്ട് അടിക്കണു, അതിനനുസരിച്ച് കണ്ണ് ചലിച്ചുകൊണ്ടിരിക്കും. അതാണ് യാതൊരു സുന്ദരിയെ കണ്ടിട്ട് വിശ്വാവസു എന്ന ഗന്ധർവൻ സൗന്ദര്യ ദർശനം നിമിത്തമുണ്ടായ സമ്മോഹത്താൽ മൂർച്ഛിക്കുകയാൽ സ്വവിമാനത്തിൽ നിന്ന് താഴെ വീണുവോ. അത്രത്തോളം ലോകാതിശയായി സൗന്ദര്യത്തിൻ്റെ നിദാനമായിരിക്കുന്ന അങ്ങയുടെ പുത്രിയെ ആർ തന്നെ സ്വീകരിക്കുകയില്ല. അപ്പോൾ ഈ കുട്ടി ഒരു കാലത്ത് ഇങ്ങനെ പന്തടിച്ച് കളിക്കുമ്പോൾ ടെറസിൽ സ്വന്തം വിമാനത്തിൽ പോകുന്ന വിശ്വാവസു എന്ന ഗന്ധർവൻ മോഹാത്സ്യപ്പെട്ട് ഭംഗിയിൽ മോഹാത്സ്യപ്പെട്ട് വീണു. അങ്ങനെയുള്ളവളെ സാധാരണക്കാരൻ്റെ കാര്യം പറയണമെന്നാണ് ചോദിച്ചത്. ഇനി 18ാമത്തെ ശ്ലോകം. താം പ്രാർത്ഥയന്തീം ലലനാലലാം അസേവിത ശ്രീചരണീരദൃഷ്ടാം വത്സാം മനോരുച്ഛപദസ്വസാരം കോ ന അനുമന്യേത ബുധോ അഭീയതാം. അതിൻ്റെ വാക്കാർത്ഥം, സ്ത്രീകൾക്ക് അലങ്കാരഭൂതയും ശ്രീദേവിയുടെ ചരണങ്ങളെ സേവിക്കാത്തവരാൽ എന്ന് പറഞ്ഞ എന്താർത്ഥം? ശ്രീദേവിയുടെ ചരണങ്ങളെ സേവിക്കാതെ കാശിന് വേണ്ടിയിട്ടെന്ന് വേണമെങ്കിൽ പറയാം. മോഹിക്കാത്തവരെ, കാണപ്പെടാത്തവളും മനുപുത്രിയും ഉത്താനപാദൻ്റെ സഹോദരിയും പ്രാർത്ഥിക്കുന്നവളും, നല്ല ഭർത്താവിനെ കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നവളും അരികത്ത് വന്നിരിക്കുന്നവളുമായ അവളെ അറിവുള്ള ഏതൊരുവൻ അനുവദിക്കയില്ല. അവളെ ആരും സ്വീകരിക്കാണ്ടിരിക്കില്ല എന്നർത്ഥം. അതിൻ്റെ ഭാവാർത്ഥം, സ്ത്രീ ജാതിക്ക് അലങ്കാരമായിരിക്കുന്നവളും മഹാലക്ഷ്മി ദേവിയുടെ പാദങ്ങളെ സേവിക്കാത്തവർക്ക് അതായത് ഐശ്വര്യത്തിടുമ്പാണല്ലോ മഹാലക്ഷ്മി, അവളെ സേവിക്കാത്തവർക്ക് ഇവളെ കിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞത് ലേശം വ്യത്യാസം വന്നു കേട്ടോ. അപ്പോൾ സേവിക്കത്തക്കവർക്ക് കാണാൻ കൂടെ സാധിക്കാത്തവളും സ്വയംഭുമനുവുമായ അങ്ങയുടെ പുത്രിയും ഉത്താനപാദൻ്റെ സഹോദരിയുമായവൾ സ്വയമേവ പ്രാർത്ഥിച്ചും കൊണ്ട് സമീപത്ത് വന്നിരിക്കെ സ്വകാര്യത്തെ നിർവഹിപ്പാൻ കുശലനായ ഏതൊരുവൻ അവളെ സ്വീകരിക്കുകയില്ല. ഇങ്ങനെയൊക്കെ ആയിരിക്കണം വിവാഹങ്ങൾ നടക്കേണ്ടത്. അല്ലാണ്ട് അവന് പാക്കേജ് ഉണ്ട്, നീ സമ്മതിക്കണം എന്ന് രക്ഷാകർത്താക്കൾ മകളേനെയും ഫോഴ്സ് ചെയ്യാതെ കണ്ട് അങ്ങനെ പറയാം. മനസ്സിലായില്ലേ? പിന്നെ പുരുഷൻ്റെ ഭാഗത്ത് കുട്ടി കോങ്ങെന്നുള്ളവളോ മുടന്തിയോ ആണെങ്കിൽ കൂടി കുഴപ്പമില്ല, അവളുടെ അച്ഛൻ്റെ അടുത്ത് ധാരാളം കാശുണ്ട്, നീ അവളെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞതും ഇതേപോലെ വിരോധാഭാസങ്ങളാണ്. അപ്പോൾ രണ്ടു കൂട്ടരുടെയും മാനസികാവസ്ഥയ്ക്ക് അനുരൂപരായിട്ടുള്ളവരായിരിക്കണം തമ്മിൽ വീഴ്ച നടത്തേണ്ടത്. ഇനി 19ാമത്തെ ശ്ലോകം നോക്കാം. അതോ ഭജിഷ്യേ സമയേന സാധീം യാവത്തേജോ ബിഭ്രിയാദാത്മനോ മേ അതോ ധർമാൻ പാരമഹംസമുഖ്യാൻ ശുക്ലപ്രോക്താൻ ബഹുമന്യേ അവിഹിംസ്രാൻ. ശ്ലോകം. ഇനി അതിൻ്റെ വാക്കാർത്ഥാണ് പറഞ്ഞത്. അതുകൊണ്ട്
പതിവ്രതയെ പ്രത്യേക നിശ്ചയത്തോടുകൂടെ ഭജിക്കുന്നേ. എൻ്റെ ആത്മാവിൽ നിന്ന് തേജസ്സിനെ ഭരിക്കുന്ന കാലം വരെ, അതിനുശേഷം ഭഗവാനാൽ പറയപ്പെട്ടതും ഹിംസയില്ലാത്തവയും, അതാണ് ഹിംസയില്ലാത്തവയും പരമഹംസന്മാരുടെ ആശ്രമത്തിൽ മുഖ്യങ്ങളുമായ ധർമ്മങ്ങളെ ബഹുമാനിക്കുന്നു. അതായത് ഇവളെ ഇട്ട് വിവാഹത്തിലേർപ്പെട്ട് പറഞ്ഞ പോലെ 9 പെൺകുട്ടികൾക്കും ഒരു ആൺപ്രജയ്ക്കും ജന്മം കൊടുത്ത ശേഷം ഞാൻ വീണ്ടും ഈശ്വര പ്രാർത്ഥന മുഴുകുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അതാണ് ഇനി ഭാവാർത്ഥം പറയുന്നത്. അതുകൊണ്ട് എൻ്റെ കാര്യം സാധിപ്പിക്കുന്നതിന് സമർത്ഥമായ ഈ പതിവ്രതയെ ഒരു പ്രത്യേക നിശ്ചയത്തോടെ, അതായത് ഒരു കണ്ടീഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞത്, ഞാൻ സ്വീകരിക്കാം. ആ നിശ്ചയം എന്തെന്നാൽ അതൊക്കെ മുൻകൂട്ടി പറയണേ, അതിന് സമ്മതമാണെങ്കിലല്ലേ വേണ്ടൂ. അപ്പോൾ എന്നിൽ നിന്നുണ്ടാകുന്ന വീര്യത്തെ ധരിക്കുന്ന കാലം വരെ, ഗർഭം ധരിക്കുന്നത് വരെ സ്വീകരിക്കാം. അതിന് ശേഷം ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ടതും ഹിംസാദികളായ ദോഷങ്ങളില്ലാത്തതും പരമഹംസന്മാർ മുഖ്യത്വേന സ്വീകരിക്കുന്നതുമായ ശ്രവണ മനനാദി ധർമ്മങ്ങളെ സ്വീകരിക്കാം. അതായത് ആധ്യാത്മികതയിലേക്ക് പോവാം എന്നാണ് പറഞ്ഞത്. ശ്ലോകം 22. യതോ അഭവത് വിശ്വമിദം വിചിത്രം സംസ്ഥാസ്യതേ യത്ര ജവാവതിഷ്ഠതേ പ്രജാപതീനാം പതിരേഷമഹ്യം പരം പ്രമാണം ഭഗവാനനന്ദഃ. അതിൻ്റെ വാക്കാർത്ഥം, നാനാവിധമായിരിക്കുന്ന ഈ സമസ്തവും യാതൊന്നിൽ നിന്ന് ഉണ്ടായിരിക്കുന്നുവോ, അതായത് ഈശ്വരനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നുവോ, യാതൊന്നിൽ ലയിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നുവോ, അപരിച്ഛിന്നനും ബ്രഹ്മാദികളുടെയും പാലകനായ ഭഗവാൻ, ഈ ഭഗവാൻ എനിക്ക് ഉത്കൃഷ്ടമായ പ്രമാണം. ഞാൻ ഈ പറഞ്ഞതിനൊക്കെ പ്രമാണം ആരാ? സാക്ഷാൽ ജഗദീശ്വരനാണ് എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം, പ്രജകളെ അഭിവൃദ്ധിപ്പെടുത്തുവാൻ ഉപകരിക്കുന്ന ഗൃഹസ്ഥാശ്രമത്തിലിരിക്കണമെന്നല്ലേ ബ്രഹ്മകൽപ്പന? അങ്ങനെയിരിക്കെ സന്യാസ സ്വീകരണം സമുചിതമല്ലല്ലോ എന്നുള്ള ശങ്കയെ പരിഹരിച്ചുകൊണ്ട് പറയുന്നു, നിമിത്ത ഉപദാന കാരണമായി ഭവിച്ചിരിക്കുന്ന യാതൊരുവനിൽ, അതായത് ഈ വിവാഹത്തിന് ഞാൻ തയ്യാറാവണത് ഈശ്വരൻ്റെ അരുളപ്പാട് മനസ്സിലാക്കിയിട്ടാണ്. അതുകൊണ്ട് യാതൊരുവനിൽ നിന്ന് ഈ കാണപ്പെടുന്ന സമസ്തവും ജനിച്ചുവോ? എല്ലാം. അതെ, യാതൊരുവനെ ആശ്രയിച്ചിട്ട് തന്നെ വർത്തമാനകാലത്തിൽ നിലനിൽക്കുന്നുവോ? യാതൊരുവനിൽ ലയിക്കുകയും ചെയ്യുന്നുവോ? ഏതു കാലത്തും നാശമില്ലാത്തവനും ജ്ഞാനാദൈശ്വര്യനിധിയും ജ്ഞാനാദൈശ്വര്യനിധിയും, ജ്ഞാനം എക്സെട്ര ഐശ്വര്യനിധിയും ബ്രഹ്മവാദി പ്രജാപതികളുടെ പാലകനുമായ ഭഗവാൻ ഋണത്രയങ്ങളെ നിരാകരിച്ച ശേഷം, ഋണത്രയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? പിതൃകടം, ദേവകടം, പിന്നെ അങ്ങനെ സമൂഹ കടമൊക്കെ ഉണ്ടല്ലോ അതിൽ. സന്യാസം സ്വീകരിപ്പാൻ ആജ്ഞാപിച്ചിരിക്കൊണ്ട് ആ ആജ്ഞ തന്നെ എനിക്ക് പരമോത്കൃഷ്ടമായിട്ട് പാലിപ്പാനുള്ളത്. അതിനാൽ സന്താനം ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ സന്യാസം സ്വീകരിക്കും എന്ന് മുൻകൂട്ടിയിട്ട് ഇദ്ദേഹം പറഞ്ഞ് മനസ്സിലായില്ലേ? അവിടെ ഞാൻ നിർത്താൻ പോണു. കാരണം ഈ അമ്പലത്തിൽ 8 ദിവസത്തെ ചാക്യാർ കൂത്ത് ഉള്ളത് കാരണം സമയപരിധി, ഇപ്പോൾ ദാ കുറച്ച് മഴയൊക്കെ പെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി മഴ പെയ്യോ അതും പറയാൻ വയ്യ. അപ്പോൾ എല്ലാം കൂടിയിട്ട് ചെറിയൊരു ടൈം മാനേജ്മെൻറ്റ് അത്രയേ ഉള്ളൂ. സമയം കിട്ടുമ്പോൾ നമുക്ക് 30 മിനിറ്റ് എന്നുള്ള 40 മിനിറ്റ് ആക്കും ചെയ്യാം.
അങ്ങനെയിരിക്കുന്ന ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം എല്ലാവരിലും എത്തത്തക്ക വിധത്തിൽ ഓരോരുത്തരും കഠിനമായി പ്രയത്നിക്കട്ടെ എന്നും അവരവരുടെ പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.